എന്താണ് ഇത്ര കാര്യമായി നോക്കുന്നത്? ഞാൻ മുന്നിൽ നിൽക്കുമ്പോ എന്തിനാ എന്റെ ഫോട്ടോ നോക്കുന്നത്? മുന്നിൽ നീ ഉണ്ടെങ്കിലും നിന്റെ മുഖത്തുനിന്ന് തലോടാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലല്ലോ. ഫോട്ടോ ആകുമ്പോ തലോടുക മാത്രമല്ല, വേണമെങ്കിൽ ഒരു ചുംബനം കൂടിയാവാം. അനാവശ്യം പറയാതെ. ചുംബനം ഒരു അനാവശ്യം. ഇത്രയും സാധ്യതകളുള്ളൊരു സംഗതി ഈ ഭൂമുഖത്ത് വേറെയില്ല. എന്താ ശരിയല്ല? എന്തോ. പക്ഷേ രമേശ് ഇപ്പൊ പഴയ രമേശായിരിക്കുന്നു. എനിക്കിപ്പോ സമാധാനമായി. സമാധാനം? അതെത്ര അകലെയാണ് രാധേ. പ്രായമായ രണ്ട് സഹോദരി, അമ്മ. എന്റെ സെലക്ഷൻ ശരിയായില്ല. എന്ത് സെലക്ഷൻ? എന്നെ സെലക്ട് ചെയ്തു. അത് ഞാൻ സഹിച്ചു. ജീവിതകാലം മുഴുവൻ ഇനി സഹിക്കുകയും ചെയ്യും. വേണ്ട, നീ ദുഃഖി. രമേശത്തുള്ള എന്ത് ദുഃഖവും എനിക്ക് സന്തോഷമാണ്. രമേശ് വന്നിട്ട് അധികം നേരമായോ? അയ്യോ ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. സുരേഷ് കുഞ്ഞിന് 100 ആയുസാണ്. കുഞ്ഞിനല്ല എന്നെ രമേശ് എന്നുള്ളത് എപ്പോഴും എന്റെ നാവിന് സുരേഷ് എന്നേ വരത്തുള്ളൂ. വക്കീൽ സാറെ കാലിൽ വെച്ച് കുഞ്ഞിനെ പറ്റി തന്നെ പറയുകയായിരുന്നു. ശാന്തയുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചാ രമേശ് ക്ഷണിക്കാൻ വന്നാണ്. കല്യാണം നടത്തി കൊടുക്കേണ്ടത് നമ്മളെ എന്തിനാ രമേശ് ക്ഷണിക്കാൻ വന്നത്? വിവരം അറിയിക്കാമെന്ന് കരുതി. അത് വേണമല്ലോ. ഈ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മറ്റൊരു കല്യാണത്തെ പറ്റി ആലോചിക്കേണ്ടതുണ്ടല്ലോ. ഇല്ലേ രാഘവേ? രമേശേ, ഞാനതൊന്ന് മാറ്റിയിട്ടിട്ട് വരാം. ഇരിക്കേ. ഇതുവരെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് ചുമ്മാ ഇരിക്കേ. ഒന്നിനെ പറ്റി തിട്ടപ്പെടുത്തി പറയാൻ വയ്യ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ചെറുക്കനും പെണ്ണും അച്ഛനെ സമീപിക്കുന്നത്. എന്തിനാ? ആശീർവാദം വാങ്ങിക്കാൻ. നന്നായിട്ടുണ്ട്. ഇത് ശാന്ത ചേച്ചിക്ക് നന്നായി ചേരും. ചേട്ടാ, ഇതുപോലൊരു സാരി എനിക്കും വാങ്ങിച്ചു തരൂ. നിന്റെ കല്യാണം വരട്ടെ. ഒന്ന് പോ ചേട്ടാ. അമ്മേ, ഇവള് പറയുന്ന കേട്ടാ തോന്നി ഇവർക്ക് കല്യാണമേ വേണ്ടത്. ഇതിനെല്ലാം കൂടി എത്ര രൂപയായി മോനെ? അത് കുറച്ചായി. അവളെവിടെ? ശോഭേ, അവളെ വിളിക്ക. ശാന്ത ചേച്ചി, ചേട്ടൻ വിളിക്കുന്നു. ചേട്ടാ, രാധ ചേച്ചി വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടി 2 മണിക്കൂറായി രഹസ്യം പറച്ചില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴേ എന്നെ ഓടിച്ചു. ഇതൊക്കെ ഇഷ്ടമായോ? മക്കളെനിക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഇനി കുറെ നാളേക്ക് ശാന്ത നമ്മളെ ഒന്നും ഓർക്കില്ല. അതെന്താ? ഹണിമൂണല്ലേ? ഓ, അത് ശരിയാണല്ലോ. കല്യാണത്തിന് മുൻപ് രണ്ടുപേരും കൂടി നടത്തുന്ന ഹണിമൂൺ ഞങ്ങളാരും അറിയുന്നില്ലെന്നായിരിക്കും. എന്റെ പൊന്നു രാജേച്ചി, നിങ്ങളുടെ കല്യാണത്തിനെങ്കിലും എനിക്ക് ഇതുപോലൊരു പട്ടുസാരി വാങ്ങിച്ചു തരാൻ ചേട്ടനോട് പറയണം കേട്ടോ. നീർക്കോലി നീലിമ, ലെക്ചറർ, വിമൻസ് കോളേജ്. എന്ത്? നീർക്കോലി നീലിമ, ബെൻസ് ഭാഗീരഥി, ഭൂലോകരംഭ ഭവാനി. ഇവരെല്ലാം എന്റെ ലെക്ചർമാരാ. ഇവർക്കെല്ലാം ഇൻവിറ്റേഷൻ കൊടുക്കണം. ശരിക്കുള്ള പേര് പറ, എഴുതാം. ഇരട്ട പേര് പറഞ്ഞ് ശരിക്കുള്ള പേര് ഓർമ്മയെ വരുന്നില്ല. ഓർമ്മ വരുമ്പോഴേ നീ തന്നെ എഴുതിയാ മതി. എടി ശാന്തേ, നിനക്ക് ചിലരെല്ലാം നേരിട്ട് ക്ഷണിക്കണമെന്ന് പറഞ്ഞില്ലേ? ക്ഷണിക്കണം. ഞാൻ നാളെ കാറുമായി വരാം. രാവിലെ തന്നെ റെഡി ആയിരിക്കണം. രാജേച്ചി, ഞാനും വരാം. ഒന്നും വേണ്ട, നീ നാളെ ഇതെല്ലാം സ്റ്റാമ്പ് ഒട്ടിച്ചയക്കണം. ഓക്കെ? ഓക്കെ. ഹലോ ശോഭ, എവിടേക്കാണ്? ശാന്തേച്ചിയുടെ കല്യാണക്കുറിയാ പോസ്റ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു. ഞാൻ വീട്ടിലേക്ക് വന്നെന്ന് കരുതായിരുന്നു ശാന്തയെ കാണാൻ.
അതിന് ശാന്തേച്ചി വീട്ടിലില്ലല്ലോ. രാജചേച്ചിയുടെ കൂടെ ചിലരൊക്കെ നേരിട്ട് ക്ഷണിക്കാൻ പോയിരിക്കുക. സന്ധ്യയ്ക്ക് മുമ്പ് വരും. എന്നാ വരും, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, താങ്ക്സ്. വരട്ടെ. ശാന്തി, ഞാൻ അച്ഛനൊന്ന് ഫോൺ ചെയ്തിട്ട് വരട്ടെ. ഹലോ അച്ഛൻ, ഞാനാണ് രാധ. എല്ലാവരെയും ക്ഷണിച്ചു വന്നപ്പോ വൈകി. ഞാൻ ശാന്തി വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരാം. കുറച്ച് ലേറ്റാവും. പന്ത്രണ്ട് പണി രാത്രി തന്നെ കഴിയുമല്ലേ? അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എല്ലാം നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് റെഡിയായിരിക്കും. ആരെയും ക്ഷണിക്കാൻ മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നുമില്ല അമ്മേ, ശാന്തയുടെ കല്യാണം ഭംഗിയായി നടക്കും. രമേശ്, എന്താ ശാന്തി ആരൊക്കെയോ ഒരു ടാക്സിയിൽ പിടിച്ചു വയറ്റിക്കൊണ്ടുപോയി. എങ്ങോട്ട്? എങ്ങോട്ടൊന്നും എനിക്കറിയില്ല. ടാക്സിയുടെ നമ്പർ MSK 4584. ദൈവമേ, ഞാൻ വരും. കാറാണ്. താൻ നേരത്തെ ഈ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയ പെൺകുട്ടിയോട്. പെൺകുട്ടിയോ? എന്റെ വണ്ടി ആളുകൾ പെണ്ണുങ്ങൾ കയറാറുണ്ട്. താനാരോ മിസ്റ്റർ ചോദിക്കാൻ? മര്യാദയ്ക്ക് പറയുന്നതാണ് നല്ലത്. താൻ അവളെ കൊണ്ടുപോയി. താനാരോ ചോദിക്കാൻ? പറയാം സാർ. ആ റബ്ബർ ഫാക്ടറിയുടെ അടുത്തുള്ള കെട്ടിടത്തിലാ. രമേശ്, ഞാൻ പോലീസിനെ വിവരം അറിയിക്കാം. ശരി, വണ്ടി കയറൂ.
ആ പെണ്ണിന് ബോധമില്ല. അതാ സാർ ആ കാണുന്ന വീടാ. Gentlemen, hope you've enjoyed yourself. Right? Come on now, let's make a move. Look here, take care of the girl. ശാന്തി മോനെ, നമ്മുടെ ശാന്തിക്ക് എന്ത് പറ്റി? മോളെ എടാ, എന്റെ കൊച്ചിന് എന്ത് പറ്റിയെന്ന്? ഇല്ലമ്മേ, അവളിനി വിളി കേൾക്കില്ല.
You are under arrest. ശാന്തയെ നശിപ്പിച്ചവനെ ഞാൻ കുത്തിക്കൊന്നമ്മേ. ചേട്ടാ പോസ്റ്റ്മോർട്ടത്തിനോട് ഏർപ്പെടുകയും ചെയ്യും.